ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന പലഗോണിയം എന്നറിയപ്പെടുന്ന ജെറേനിയം പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സെയിൽ വീഡിയോ കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പടർന്നു നിൽക്കുന്ന ജെറേനിയം ചെടി നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ജെറേനിയം അന്വേഷിച്ച് നടന്ന് കിട്ടാത്തവർക്കായിട്ട് ഇതേ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. ജെറേനിയം ചെടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. ഡബിൾ പെറ്റൽസിലും സിംഗിൾ പെറ്റൽസിലും പൂക്കൾ വരുന്ന ജെറേനിയം ചെടികൾ നമ്മുടെ വിപണിയിൽ ഇന്ന് ലഭിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത് സിംഗിൾ പെറ്റലായിട്ടുള്ള നല്ല കളേഴ്സാണ്. തണുപ്പ് കാലങ്ങളിൽ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ ജെറേനിയം. അതുപോലെ തന്നെ ഒരുപാട് വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ചെടി ഷെയ്ഡിൽ വെച്ച് വളർത്തിയെടുക്കാനായിട്ട് പരമാവധി നോക്കണേ. പിന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്പൈക്ക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന ചെടികളാണെങ്കിലും നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളാണെങ്കിലും നമ്മുടെ വീട്ടിലെ കാലാവസ്ഥയുമായിട്ട് ഒന്ന് ഇണങ്ങിച്ചേർന്നതിന് ശേഷം മാത്രം നമ്മൾ മറ്റൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് ചെടിയെ മാറ്റി വയ്ക്കാൻ നോക്കിയാൽ മതി കേട്ടോ. നമ്മളത് എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പോട്ടിംഗ് മിക്സായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ വീട്ടിലെ മണ്ണ്, അതോടൊപ്പം തന്നെ അതേ അളവിൽ കൊക്കോ പീറ്റ്, കുറച്ച് ചാണകപ്പൊടി, പിന്നെ കുറച്ച് എല്ലുപൊടി, പിന്നെ നമ്മളുടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ യാതൊരു ഫംഗൽ ഇൻഫെക്ഷനും ഇല്ലാതിരിക്കാനായിട്ട് ഒരിത്തിരി സാഫ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പോട്ടി മിക്സിനകത്ത് നമ്മുടെ ചെടി നട്ടുപിടിപ്പിക്കണം കേട്ടോ. പിന്നെ ഒത്തിരി തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കൊക്കോ പീറ്റ്, ചകിരിച്ചോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വെയിൽ മാത്രമാണ് കേട്ടോ ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ വളരെ കുറച്ച് സമയത്തെ വെയിൽ മാത്രം ഈ ചെടിയെ ഏൽപ്പിക്കുക. കുറച്ചധികം വെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞ് നാശമായി പോകും. പിന്നെ അതുപോലെ തന്നെ ചെടിക്ക് കണ്ടുവരുന്ന പ്രധാന ഒരു പ്രശ്നമാണ് കേട്ടോ അതിൻ്റെ തണ്ടൊന്നൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോവുക, അതല്ലെങ്കിൽ ഇങ്ങനെ അഴുകി പോവുക. നമ്മളുടെ കാഴ്ചയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഫംഗിസൈഡുകൾ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെടിയെ ബാധിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചെടി നമ്മുടെ വീട്ടിലെ അന്തരീക്ഷവുമായൊക്കെ പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞൊരു പോട്ടി മിക്സിനകത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ്. അങ്ങനെ ഒരു നല്ല പോട്ടി മിക്സിനകത്തേക്ക് നമ്മുടെ ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമായ രീതിയിൽ അതിനകത്തേക്ക് വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബനാന പീലിൻ്റെയൊക്കെ അതല്ല പച്ചക്കറികളുടെ തോലൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം കുറച്ച് ദിവസമൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടിയുടെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കാര്യമായ രീതിയിൽ മണ്ണിനുള്ളിലേക്ക് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചെടിയുടെ ഇലകൾക്ക് ഒരു ചെറിയ സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ കുലകുലയായിട്ടുണ്ടായി നിൽക്കുന്ന പൂക്കളാണ്. NPK 19-19-19 ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഫംഗിസൈഡുകളെല്ലാം വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ ചെടിയെ മഴയിൽ നിന്നും എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഒരുപാട് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി അഴുകിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ടാണ്. അപ്പോൾ 1-2 ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പൂക്കളെ പോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന നല്ല ഇലകളാണ് കേട്ടോ ഈ ചെടിക്കുമുള്ളത്. അപ്പോൾ ഇത് ജെറേനിയം അന്വേഷിച്ച് നടന്ന് കിട്ടാത്തവർക്കായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഔട്ട്ലെറ്റിൽ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിയിൽ നിന്നും കമ്പ് മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലും നല്ലൊരു ജെറേനിയം തോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.